ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ശതകോടി പ്രണാമം. പുട്ടപ്പുറത്തിയിൽ നിന്നും ഭഗവാന്റെ ശതവർഷ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി നാളെ 22-ാം തീയതി വഞ്ചൂരിൽ എത്തിച്ചേരുന്ന രഥഘോഷയാത്രയോടനുബന്ധിച്ച് നടത്തുന്ന ഈ എക്സിബിഷൻ്റെ സത്യസായി എക്സിബിഷൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ യോഗ ഹാളിലേക്കും ഈ ഇതിലേക്കും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീ സായിരാം. എല്ലാവർക്കും സ്നേഹനന്ദി സായിരാം. ഇന്നത്തെ നേരത്തെ ശ്രീ രാജാപ്രത പറഞ്ഞ മാതിരി ഭഗവാന്റെ 100ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ പറ്റുന്ന ഈ രഥം സ്വീകരിക്കുന്നതിനെ തുടർന്നുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിവിടെ അതിനെ തുടർന്നുള്ളൊരു എക്സിബിഷൻ അതാണ് നമ്മളിന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മുടെ ഈ എക്സിബിഷന് വേണ്ടി അത് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഹരിഹരൻ നായർ സാർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാലകൃഷ്ണൻ പ്രസിഡന്റ് ശ്രീ പള്ളിച്ചൽ പ്രമോദ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോർട്ട് കൺവീനർ ശ്രീ ശിവകുമാരൻ തമ്മിലുണ്ട്. നിൽക്കുന്ന എല്ലാ സഹോദരനും ദയവായി ഹാളിനകത്തേക്ക് കടന്നിരിക്കണം, അഭ്യർത്ഥിക്കണം. ഈ യോഗത്തിൻ്റെ സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ സുരേഷ് കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ കരിയം വിജയകുമാർ സാറിന് സായി നീതിയുടെ പേരിൽ നമ്മുടെ ഓരോരുത്തരുടെ പേരിലെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാറിനെ സായി നീതിയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആശംസ അർപ്പിക്കാനായി എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പള്ളിച്ചൽ എസ് പ്രമോദ് സാറിനെ സായി നീതിയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലേക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന് വരാനുള്ള പ്രത്യേക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല, എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ശ്രീ വഞ്ചിയൂർ P. ബാബു സാർ, CPM പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി, അദ്ദേഹത്തിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്യസായി സേവാ സമിതി ഫോർത്ത് കൺവീനർ ശ്രീ ശ്രീകുമാരൻ തമ്പി സാർ ഇവിടെ ഉണ്ട്. സാറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് R. അജയകുമാർ സാർ, ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഇന്ത്യൻ ലായേഴ്സ് കോൺഗ്രസിൻ്റെ, അദ്ദേഹത്തിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കൃഷിമംഗലം NSS കരയോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ ശ്രീകുമാർ G. സാറിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗിരീഷ് കുമാർ സാറി സായിറ എല്ലാവരെയും, പിന്നെ ഇതുകൂടാതെ സായി നീതിയുടെയും ഫോർട്ട് സമിതി സത്യസായി സേവാ സമിതി ഫോർട്ടിലെയും വഞ്ചിയൂർ മണ്ഡലിയിൽ വിളക്ക് കൊളുത്തിയാണ് നമ്മുടെ എല്ലാ ഉദ്ഘാടനം. അതിലേക്ക് വിശിഷ്ട വ്യക്തികളെ സ്വാഗതം. ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. शांति शांति शांति. असतो मा सद्गमय तमसो मा जो.
ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈതുഷ്ടുവാഗംസസ്തനൂഭിः വിഷേമ ദേവഹിതം യദായുः സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധസ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമസ്തേ ഗണപതയേ ത്വമേവ പ്രത്യക്ഷം തദേവലം ഭക്താസി ത്വമേവ സർവം കൽവിതം ബ്രഹ്മാസി ത്വം സാക്ഷാദാത്മാസി നിത്യം ഋതം ഭസ്മി സത്യം ഭസ്മി അവത്വം മാം അവഭക്താരം അവശ്രോതാരം അവധാതാരം അവാനൂചാനമവശിഷ്യം അവപശ്ചാത്താത് അവപുരസ്താത് അവോത്തരാത്താത് അവദക്ഷിണാത്താത് അവചോർധ്വാത്താത് അവാധരാത്താത് സർവതോ പാഹി പാഹി സമന്താത് ത്വം വാങ്മയഃ ത്വം ചിന്മയഃ ത്വമാനന്ദമയഃ ത്വം ബ്രഹ്മമയഃ ത്വം സच्चिदानन्दाद्वितीयोऽसि ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വം ജ്ഞാനമയോ വിജ്ഞാനമയോസി സർവം ജഗതിദം ത്വത്തോ ധ്യായതേ സർവം ജഗതിദം ത്വത്തസ്തിഷ്ഠതി സർവം ജഗതിദം ത്വയി ലയമേഷ്യതി സർവം ജഗതിദം ത്വയി പ്രത്യേതി ത്വം ഭൂമിരാപോ നലോ നിലോ നവഃ ത്വം ചത്വാരി മാത്മധാരി ത്വം ഗുണത്രയാതീതഃ ത്വം അവസ്ഥാത്രയാതീതഃ ത്വം ദേഹത്രയാതീതഃ ത്വം കാലത്രയാതീതഃ ത്വം മൂലാധാരസ്ഥിതോऽസി നിത്യം ത്വം ശക്തിത്രയാത്മകഃ ത്വം യോഗിനോ ധ്യായന്തി നിത്യം ത്വം ബ്രഹ്മാ ത്വം വിഷ്ണുത്വം രുദ്രസ്ത്വമിന്ദ്രസ്ത്വം അഗ്നിത്വം വായുത്വം സൂര്യത്വം ചന്ദ്രമാ ത്വം ബ്രഹ്മഭൂർഭുവസ്സുവരോ ഗണാദിം പൂർവമുച്ചാര്യ വർണ്ണാദീം തദനന്തരം അനുസ്വാരപരതരഃ അദ്ധേതുരസിതം കാരേണ വൃദ്ധം ഏകത്തവ മനുസ്വരൂപം ഗകാരപൂർവരൂപം അകാരോ മധ്യമരൂപം അനുസ്വാരശാന്ത്യരൂപം ബിന്ദുരുത്തരരൂപം നാദസന്ധാനം സഗുംഹിതാ സന്ധിഃ സൈഷാ ഗണേശ വിദ്യാ ഗണകർഷിഃ ഋജിദ്ധായത്രീ ഛന്ദഃ ഗണപതിർദേവതാ. ഓം ഗം ഗണപതയേ നമഃ. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തിഃ പ്രചോദയാത്. ഏകദന്തം തരുദത്തം പാശമങ്കുശധാരിണം യദഞ്ജവരദം ഹസ്തേ ദിഘ്രാണം മോക്ഷകധ്വജം രക്തം ഗംഗോദരം ശൂർപകർണകം രക്തവാസസം രക്തഗന്ധാനുദിഗ്ധാംഗം രക്തപുഷ്പൈ സൂചിതം ഭക്താനുകമ്പിതം ദേവം ജഗത്കാരണമച്യുതം ആവിർഭൂതം ച സൃഷ്ട്യാദോ പ്രകൃതേ പുരുഷാത്പരം ഏവം ധ്യായതി യോ നിത്യം സ യോഗി യോഗിനാം വരഃ. നമോ ഭ്രാതപതയേ നമോ ഗണപതയേ നമഃ പ്രമദപതയേ നമസ്തേ തുലംബോദരായ ഗദന്തായ വിഘ്നനാശിനേ ശിവസുതായ വരദമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷം പ്രത്യേകിച്ച് പറയാനൊന്നും തന്നെ ഇല്ല. എന്നാലും ആമുഖമായി ഒരു ചെറിയ കാര്യം, നേരത്തെ പറഞ്ഞ മാതിരി ഭഗവാന്റെ 100ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യ മുഴുവനും സകല സ്റ്റേറ്റിലും പുട്ടപർത്തിൽ നിന്നുള്ള വാഹനം ഇങ്ങനെ രഥം എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുകയാണ്. അത് ഉച്ചയോടുകൂടി വൈകുന്നേരം 4:30 വഞ്ചൂര് ഈ നമ്മുടെ അഭിഭാഷക ഗ്രൂപ്പായ സത്യായ സംഘടനയുടെ അഭിഭാഷക ഗ്രൂപ്പായ സാന്നിധിയുടെ കീഴിൽ നാളെ സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാവരും എത്തിച്ചേരണമെന്ന് ആദ്യമായി പറയട്ടെ. അതോടൊപ്പം തന്നെ ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങൾ, ഭഗവാൻ ഭൂമിയിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ, ധാരാളം സേവന പ്രവർത്തനങ്ങൾ. ലോകത്തിന് മാതൃകയായ ഒരു സ്ഥാപനമാണ് സത്യായ സഭാ സംഘടനയിൽ അത് സ്ഥാപിച്ച ഭഗവാൻ ശ്രീ സത്യായി ബാബ. ഒരുപാട് പേര് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇന്ന് ഒരുപാട് പേർ അവിടെ സേവനം സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നന്ദി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു രഥം ഇന്ത്യ മുഴുവനും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അടുത്ത ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ ഹരിനാഥ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, അഭിഭാഷക സുഹൃത്തുക്കളെ, സായി ഭക്തരെ, ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ നന്ദി പറയുന്നു. നന്ദി പറയേണ്ടത് ഭഗവാനോട് കൂടിയാണ്. കാരണം ഞാൻ സായി വിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമില്ലാതെ ഒരു ക്ഷണവും വരികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാനായിട്ട് കാണുന്ന ഒരു വിഭാഗക്കാരും മാന്ത്രിക വേലവിദ്യകൾ കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്വാമിയായിരുന്നു. പല സ്വാമിമാരുണ്ടല്ലോ, അതിൽ ഒരു വിഭാഗക്കാരനായിരുന്നു എന്നുള്ള വിശ്വസിക്കുന്നവരുമുണ്ട്. ഈ ആദ്യ വിഭാഗക്കാർക്ക് മാത്രമേ ഇത്തരമൊരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് നിങ്ങൾ. അതിന് നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. ഞാൻ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പുട്ടപർത്തിയിലും വൈറ്റ് ഫീൽഡിലും ഒക്കെ പോയിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങളെ പറ്റിയൊന്നും വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ജസ്റ്റിസ് VR കൃഷ്ണയ്യർക്കുണ്ടായ അനുഭവത്തെ പറ്റി പറയാം. അദ്ദേഹം ഒരു കോട്ടയത്തുണ്ടായ ഇതുപോലത്തെ ഒരു യോഗത്തിൽ പരസ്യമായിട്ട് പറഞ്ഞതിൽ നിന്ന് ഞാൻ കേട്ടത് മനസ്സിലാക്കിയതാണ്. അദ്ദേഹം ആ പ്രസംഗം നടത്തുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അതായത് മാന്ത്രികം സത്യമാകാൻ വഴിയില്ല, വിഭൂതിയെ സ്വർണമാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നതൊന്നും സാധ്യമാകുന്ന കാര്യങ്ങളല്ല, എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ട് എന്ന് പറഞ്ഞ് പോകാതെ അതിനെപ്പറ്റി താല്പര്യം കാണിക്കാതിരുന്നു. എന്നാലും എങ്ങനെയോ തോന്നി ഒന്ന് പരീക്ഷിച്ച് കളയാം, നേരിട്ട് കണ്ട് ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പുട്ടപർത്തിയിലെത്തി സ്വാമിയെ കണ്ടു. സ്വാമിയെ കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണയ്യർ സ്വാമിയോട് പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അത് ശരിയല്ല, അത് നിർത്തണം. ഇതെന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് VR കൃഷ്ണയ്യർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, സ്വാമിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. കാരണം ആ സമയത്ത്, ആ കാലത്ത് അത് പോയത് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പത്നി മരിച്ച് 1 വർഷത്തിനകമായിരുന്നു. അപ്പോൾ എങ്ങനെയോ VR കൃഷ്ണയ്യർ സ്വാമിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തം ഭാര്യയോട് അകമഴിഞ്ഞ സ്നേഹവും ഒരു തരത്തിലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരനുമായിരുന്നു. അപ്പോൾ മരണശേഷവും എങ്ങനെയെങ്കിലും ഭാര്യയുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി തേടിയപ്പോൾ മീഡിയം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള വിദഗ്ധരെ സമീപിച്ച് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഭാര്യയുടെ ആത്മാവിനെ വരുത്തി സംവദിച്ച് അങ്ങനെ ഒരു സംതൃപ്തി ഉണ്ടായ കാലത്തായിരുന്നു, അതിൽ തുടർച്ചയായിട്ടായിരുന്നു ഈ പുട്ടപർത്തി പോയത്. ഇപ്പോൾ ഭഗവാൻ ആവശ്യപ്പെട്ടത് തുടർന്ന് പറഞ്ഞ കാര്യവും നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. കാരണം പരേതനായാൽ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് തിരിച്ച് വിളിക്കുക എന്ന് പറയുന്നത് പരേതയോട് ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ആത്മാവിനെ പരലോകത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ്. അവിടെ സ്വതന്ത്രമായിട്ട് ആത്മാവിന് കഴിയണം. ഒരു കാരണവശാലും അത് തിരിച്ചു വിളിക്കാൻ പാടില്ല.
ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങളിൽ നിന്ന് ചില കേസുകൾ തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോയിലുമൊക്കെ എല്ലാத்தைയും കണ്ടിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും കേട്ടിട്ടുണ്ട്. ആത്മാവിനെ വിളിച്ചു വരുത്തി ഇതെല്ലാം ഉണ്ടായ സംഭവങ്ങൾ നറേറ്റ് ചെയ്ത് ആ സ്ഥലത്ത് പോയിട്ട് വർഷങ്ങൾ ഡെക്കേഡ്സ് കഴിഞ്ഞ് ആ കേസ് തെളിയിക്കാനായിട്ടുള്ള വിവരങ്ങൾ ഈ ആൾ പറഞ്ഞു കൊടുത്തു. ഈ ആത്മാവിൽ നിന്ന് കിട്ടി. അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ വിചിത്രമായ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. എത്രയോ അനുഭവങ്ങളുണ്ട്. മിക്കവാറും എനിക്ക് ഫസ്റ്റ് ഹാൻഡായിട്ടും അനുഭവസ്ഥർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഈ വരാൻ നാളത്തെ ചടങ്ങിന് തന്നെ ചിലരേക്ക് ക്ഷണിക്കാനായിട്ട് എൻ്റെ അടുത്ത് ശ്രീകുമാരൻ തമ്പി ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടെയും ഒരു തരത്തിൽ ഉള്ള ആളുകളാണെങ്കിൽ അവർ പറയും എനിക്കിതിൽ വിശ്വാസമില്ല, ഞാൻ വരുന്നില്ല. രണ്ടാമത്തെ വിഭാഗക്കാരനാണെങ്കിൽ വലിയ സന്തോഷത്തോടുകൂടി നേരെ വിപരീതമാണ്. എന്നെ വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്, ഞാൻ തീർച്ചയായിട്ടും വരും, എനിക്ക് വലിയ ബഹുമതിയാണ്, ഭഗവാൻ എന്നെ വിളിച്ചാണെന്ന് ഞാൻ കണക്കാക്കുന്നത് എന്നുള്ള ആ തീരുമാനത്തിൽ വരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഏതായാലും നാളെ നടക്കാൻ പോകുന്നത് രഥത്തിൻ്റെ സ്വീകരണമാണ്. തുടർന്ന് നവംബർ 23-ന് 100-ാം പിറന്നാൾ ദിനത്തിൽ വലിയ തരത്തിലുള്ള ആഘോഷങ്ങളും എല്ലാം ഉണ്ടാകും. അതിലെല്ലാം പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. തുടർന്നുള്ള ഈ എക്സിബിഷനും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗത്തിന് നമ്മുടെ സ്നേഹനിധിയായ ശ്രീ പള്ളിച്ചൽ എസ് പ്രമോദിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരം ബാലകൃഷ്ണൻ പ്രസിഡന്റാണ്. ഇത്രയും ബഹുമാനായിട്ടുള്ള സീനിയർ ശ്രീ കരിയം വിജയകുമാർ സാറ്, ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് M.R. ഹരിഹരൻ സാറ്, അതുപോലെ ഇവിടെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് അജയകുമാർ, ശ്രീ ശ്രീകുമാരൻ തമ്പി, ശ്രീ ഗിരീഷ്, സ്വാഗതം ആശംസിച്ച സുരേഷ്, രാജാപ്രതാവ്, മറ്റ് സീനിയർമാരായിട്ടുള്ള അഭിഭാഷകരും മറ്റ് ഈ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ബഹുമാനായിട്ടുള്ളവരെല്ലാം ഉണ്ട്. ഇവിടെ സായി നീതി അഭിഭാഷക ഫോറം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ശാസ്ത്രത്തിൻ്റെതായ വികാസവും ശാസ്ത്രമാണ് സത്യമായിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ശാസ്ത്രവും വിശ്വാസവും ഒന്നിച്ചൊരുപോലെ പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. വിശ്വാസത്തിന് കടുത്ത രൂപത്തിലുള്ള വെല്ലുവിളി നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിമർശനങ്ങളും അതിന് ഉപകരമായി അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നവർക്കുമൊക്കെ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ ഇടപെടുന്നതിന് ചില കേന്ദ്രീകരണങ്ങളുണ്ടാവും. ഇവിടെ ഈ എക്സിബിഷനിൽ ഞാനിവിടെ വരുമ്പോൾ കണ്ണോടിച്ചപ്പോൾ തന്നെ ഈ സത്യസായി സേവാ സംഘടനയുടെ അല്ലെങ്കിൽ ശ്രീ സത്യസായി ബാബയുടെ പേരിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ അത് മാറ്റിവെക്കപ്പെടാൻ കഴിയുന്നില്ല. അത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള കേട്ടറിവുള്ള ആളും തന്നെയാണ് ഞാൻ. അത് വിവിധ രൂപത്തിലുള്ളതാണ്. അത് ആരോഗ്യരംഗത്തുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്, ജീവൻ്റെ നിലനിൽപ്പായിട്ടുള്ള വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളും ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ എല്ലാം വിവിധ രൂപത്തിലുണ്ട്. ആ അർത്ഥത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ശക്തിയുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്നവർ പകരുന്ന ഒരു ശക്തി തീർച്ചയായും അതൊരു കരുത്ത് തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്താവുകയും അത് കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാനും സ്വാഭാവികമായും അതിൻ്റെ സംഘാടകർക്ക് കഴിയും എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ ഈ സായി നീതി അഭിഭാഷക ഫോറം സംഘടിപ്പിച്ചിട്ടുള്ള എക്സിബിഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് കൂടുതലായി എത്തപ്പെടാൻ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിമർശകർക്ക് ഇതൊരു മറുപടിയാണ്. ഇതിനെ സംബന്ധിച്ച് വിമർശിക്കുന്നവർക്ക് ഇതൊരു മറുപടിയാണ്. ഈ എക്സിബിഷനിൽ നടത്തുന്ന സാമൂഹിക ഇടപെടലുകളെ സംബന്ധിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ 100ാമത് ജന്മവാർഷികം ദിനമാണ് കടന്നു വരുന്നത്. അത് ഇന്ത്യയിലാകെ തന്നെ അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
സ്വാഗതം പറയുമ്പോഴും അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിനും എല്ലാം പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക ഇടപെടലിനേക്കാൾ കൂടുതലായി ഏതെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം ജനങ്ങളുണ്ടോ അവരിലേക്ക് കൂടി ഇത്തരം സന്ദർഭങ്ങൾ, ഇങ്ങനെയുള്ള ജന്മവാർഷിക ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ അത് കടന്നു വരും എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായി കാണുന്നു. ഈ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ശ്രീ ശ്രീകുമാരൻ തമ്പി, അദ്ദേഹം ഫോർട്ട് സമിതി കൺവീനറാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാമി അഭിസംബോധന ചെയ്യുന്നവർ നമ്മളെല്ലാം സ്നേഹത്തിൻ്റെ സ്വരൂപങ്ങളാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ട് സ്വാഗതം ചെയ്ത അഡ്വക്കേറ്റ് ശ്രീ സുരേഷ് കുമാർ, അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കരിയം വിജയകുമാർ സാർ, ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് എം ആർ ഹരിയൻ നായർ സാർ, ആശംസകൾ അർപ്പിക്കാനെത്തിയ അഡ്വക്കേറ്റ് പള്ളിച്ചൽ എസ് പ്രമോദ്, വജീർ പി ബാബു, അഡ്വക്കേറ്റ് ആർ അജയ്കുമാർ, ശ്രീ ഗിരീഷ് ജി, അഡ്വക്കേറ്റ് രഞ്ജിത് നായർ, എല്ലാവർക്കും സായിരാം. ഇന്നിപ്പോൾ ലോകമെമ്പാടും ഭഗവാന്റെ 100ാം ജന്മദിനം. ഒരു ശരീരം എന്നത് വ്യത്യസ്തങ്ങളായ 100 കണക്കിന് അവയവങ്ങൾ ചേർന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സംയോജിക്കപ്പെട്ട ഒരു സംവിധാനമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു അവയവം അതിൻ്റേതായ ഡ്യൂട്ടി, അതിൻ്റേതായ ധർമ്മം ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് സുഖമായി വർത്തിക്കാൻ കഴിയില്ല. ഇതുപോലെ സമൂഹത്തിനും വ്യക്തിക്കും, അപ്പോൾ നമ്മൾ വ്യക്തികളാണ്, നമ്മളെ എന്താ പറയുക, നമ്മുടെ ഹൃദയം, ലങ്സ്, ലിവർ, ഇതാണ് ചിലപ്പോൾ അഹങ്കാരം വരാറുണ്ട്. ഈഗോ നമ്മൾ കണ്ടുപിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ എഡ്ജിങ് ഗോഡ് ഔട്ടാണ്. അപ്പോൾ ചിലപ്പം തോന്നും, ഇപ്പോൾ ഹരിഹരൻ സാറിനെ നമ്മുടെ ഫോർട്ട് സമിതി അല്ലെങ്കിൽ സായി സേവാ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാൻ നിയോഗിക്കപ്പെട്ട ഒരു വക്താവായിട്ട് ഞാൻ കണ്ടു. പരിമിതമായ ഇതിനകത്ത് പ്രവൃത്തിയേ ഉള്ളൂവെങ്കിൽ ഈ ആമയും മുയലിൻ്റെ കാര്യം പറഞ്ഞാണ്. അദ്ദേഹം നിരന്തരമായ സാധന ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെപ്പോലുള്ള മുയലുകൾ കുറേ കാലമായി ഇതിനകത്തുണ്ടെന്നുള്ള അഹങ്കാരത്തിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ സാറ് ഗോളടിച്ചുകൊണ്ട് പോകുന്ന ഗോളാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വവിധ ആശംസകളും ഇത്തരത്തിൽ എന്താ പറയുക നിസ്വാർത്ഥ സേവനത്തിന് ഭഗവാന്റെ സമ്പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും. ജയ് സായിരാം. അടുത്തായി ആശംസ അർപ്പിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് ആർ അജയകുമാർ, ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഇന്ത്യൻ ലയേഴ്സ് കോൺഗ്രസ്. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ ശ്രീ കരിയം വിജയകുമാർ സാർ, ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനായ ജസ്റ്റിസ് എം ആർ ഹരിയൻ നായർ സാർ, ആശംസകൾ അർപ്പിച്ച ബാർ അസോസിയേഷൻ്റെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ പള്ളിച്ചൽ പ്രമോദ്, ശ്രീ രാജാ പ്രതാപ്, ശ്രീ സുരേഷ് അടക്കമുള്ള സീനിയർ അഭിഭാഷകർ, സുഹൃത്തുക്കൾ, ഈ സംരംഭത്തിന് ആദ്യമായി എല്ലാ ആശംസകളും നേരുന്നു. നമുക്കറിയാം, നേരത്തെ പ്രമോദ് പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോൾ ഈ എക്സിബിഷൻ കാണുമ്പോൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ലക്ഷ്യങ്ങളും എന്താണ് എന്ന് ചുരുക്കം പേർക്കെങ്കിലും മനസ്സിലാക്കാൻ ഈ എക്സിബിഷൻ കൊണ്ട് സാധിക്കും. എനിക്ക് ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെറിയ ഒരളവിൽ അറിവുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സേവന രംഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ പ്രചരണമില്ലാതെ സേവനം നടത്തി സമൂഹത്തിന് മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് മാതൃകയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തായി ശ്രീ ഗിരീഷ് കുമാർ, സെക്രട്ടറി, ശ്രീമംഗലം NS കരയോട്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കരിയം വിജയകുമാർ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ സാർ, ആശംസകൾ അർപ്പിച്ച അഡ്വക്കേറ്റ് പള്ളിച്ചൽ എസ് പ്രമോദ്, ശ്രീ ശ്രീകുമാരൻ തമ്പി സാർ, ആർ അജയകുമാർ സാർ, ഈ യോഗത്തിൽ കൃതജ്ഞത ആശംസിക്കാനെത്തിയ അഡ്വക്കേറ്റ് രഞ്ജിത് നായർ, സ്വാഗതം ആശംസിച്ച സുരേഷ് കുമാർ PR, മറ്റു ഇവിടെ എത്തിച്ചേർന്ന അഭിഭാഷ സുഹൃത്തുക്കളെ, ഞാൻ മഞ്ചൂരുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ആ ഒരു ലെവലിലാണ് എന്നെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത്. ആദ്യമായി ഈ അഭിഭാഷ പരിപാടിയിൽ എന്നെ ഉൾപ്പെടുത്തിയത് തന്നെ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കൂടാതെ ഈ സായി ഒരു ഭക്തൻ കൂടിയാണ് ഞാൻ വലിയ ഭക്തനൊന്നും അല്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇതിലേക്ക് വന്നത്. അതിന് പ്രചോദനമായത് നമ്മുടെ സജിത് കുമാർ സാറാണ് എന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവന്നത്. മഞ്ചൂർ മണ്ഡലിൻ്റെ
എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന ഭജനയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പങ്കെടുക്കാറുണ്ട്. എന്ന് എത്തിച്ചേരാൻ പറ്റാറില്ല, സമയക്കുറവ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റാറില്ല. എങ്കിലും എന്താവശ്യത്തിനും എന്ത് സഹായത്തിനും എന്നെ വിളിച്ചാൽ ഞാൻ എത്തിച്ചേരാറുണ്ട്. ഈ 100-ാം വാർഷികം, സ്വാമിയുടെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച എല്ലാവരെയും ആശംസ അർപ്പിക്കുന്നതോടൊപ്പം നാളെ നടക്കുന്ന രഥയാത്രയിലും എൻ്റെ എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓഫീസിൽ പേര് വച്ചിട്ടില്ല എങ്കിലും സായി നീതിയുടെ സ്റ്റേറ്റ് ഭാരവാഹിയ ശ്രീ രാജാപ്രതാപ്, അദ്ദേഹം ഒന്നിനും മുന്നോട്ട് വരാറില്ല, കട്ടൻ്റെ പുറകിൽ നിന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിനോട് 2 വാക്ക് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം നമ്മൾ കൃതജ്ഞതയ്ക്ക് പോകുന്നതാണ്. സായിരാം. ആദരണീയനായ അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്ത ശ്രീ ഓണറബിൾ ജസ്റ്റിസ് സർ, മറ്റ് ആശംസ പറഞ്ഞ അഭിഭാഷക സുഹൃത്തുക്കളെ, പഞ്ചൂർ NS കരിയോഗം സെക്രട്ടറി നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയ ഡോക്ടർ പ്രസന്ന മാഡം, മറ്റ് വഞ്ചൂരിലെ മണ്ഡലിയിലെ പ്രവർത്തകരെ, അഭിഭാഷക സുഹൃത്തുക്കളെ, ഭഗവാന്റെ ഒരു എക്സ്റ്റുഡൻറ്റും ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന ശ്രീ ഗോപിചന്ദ് തുടങ്ങിയ എല്ലാവരും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. നമ്മൾ ഈ വഞ്ചൂരിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു സായി ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടപ്പുറത്തിയിൽ പോയാണ് ഭഗവാനെ കണ്ടിട്ടുള്ളത്. നമ്മൾ ഒരു നോക്ക് കാണാൻ, ഭഗവാനെ കാണാൻ വേണ്ടി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഒന്ന് കുളിക്കാൻ പോലും നമുക്ക് സമയം കിട്ടില്ല. ഭഗവാന്റെ ദർശന സമയം അത്രയ്ക്ക് അടുത്ത് പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാം ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഓടിപ്പോയി ദർശനം കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൂടാതെ സ്വാമിയെ ദർശനത്തിന് നമ്മൾ രാവിലെ പോകുമ്പോൾ രാവിലെ 2:30 മണിക്ക്, 1 മണിക്ക്, 12:30ക്കൊക്കെ കുളിച്ചിട്ടാണ് നമ്മൾ പോയി നിന്ന് ടോക്കൺ എടുത്ത്, ടോക്കൺ ഒന്ന് കിട്ടിയാലായി. ചിലപ്പോൾ ആദ്യം പോയി 1 മണിക്ക് ഇരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ടോക്കൺ 25ാമത്തെ ടോക്കണായിരിക്കും. ഇതൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, സ്വാമി നമ്മൾ ഓരോരുത്തരിലുമുണ്ട്, നമ്മളുടെ കൂടെ ഉണ്ട്. ഈ ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തരും ഭഗവാൻ നിയന്ത്രിക്കുന്നുണ്ട്. 100% അതിന് മാറ്റമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്, വരാൻ കഴിഞ്ഞത്. നമ്മൾ ഭഗവാന്റെ, കാരണം ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് മറ്റൊന്നുമല്ല, ലവ് ഓൾ, സെർവ് ഓൾ, ഹെൽപ്പ് അവർ, ഹെർട്ട് നെവർ എന്നുള്ളതാണ്. ഇത് തന്നെയാണ് സ്വാമി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ആപ്തവാക്യവുമായി നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, ആർക്കാണോ അവിടെ ഒരു മെഡിക്കൽ സഹായം ആവശ്യമുള്ളത് അവരെ സഹായിക്കുക. നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, ലോകത്തിൽ സൗജന്യ വിദ്യാഭ്യാസം 1968 ആദ്യമായി ഭഗവാൻ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കോളേജ് സ്ഥാപിച്ചുകൊണ്ടാണ് സ്വാമി തുടങ്ങിയത്. 1968 നാം പറയുന്ന സ്ത്രീ ശാക്തീകരണമൊക്കെ ഇപ്പോഴാണ്. 1968 ഭഗവാൻ തുടങ്ങിയത്. അവിടെ പൂർണ്ണമായും സൗജന്യ വിദ്യാഭ്യാസമാണ്. അത് പോയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? 1991 പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ പറഞ്ഞു, നവംബർ 23-ന്, 1 വർഷം കൊണ്ട് 36 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഹോസ്പിറ്റൽ ഞാൻ പണിയും, സൗജന്യമായി എല്ലാ ആൾക്കാർക്കും, കാശുള്ളവർക്കും കാശില്ലാത്തവർക്കും ഈ ഹോസ്പിറ്റലിൽ വരാം, എല്ലാവരും എൻ്റെ മക്കളാണെന്നാണ് സ്വാമി പറഞ്ഞത്. അപ്പോൾ അതുപോലെ സൗജന്യ കുടിവെള്ള പദ്ധതി, ഇതായിരുന്നു സ്വാമി ലോകത്തിന് കാണിച്ച മാതൃക. ഈ മാതൃക നാം എല്ലാവരെയും, ഭഗവാൻ എന്തായിരുന്നു ഈ 100-ാം ജന്മദിന വേളയിലെങ്കിലും ഭഗവാനെ മനസ്സിലാകാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഭഗവാൻ എന്താണെന്ന് അറിയാൻ കഴിയാത്തവരെ നാം ഭഗവാൻ ഇതായിരുന്നു എന്ന്, നമ്മളും ഇതിലൂടെ ഭഗവാൻ കാണിച്ചു തന്ന മാർഗത്തിലൂടെ പോകുന്നുവെന്ന് കാണിക്കാനാണ് നാം ശ്രമിക്കുന്നത്. സ്വാമിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിവിടെ ഈ എക്സിബിഷനിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോരുത്തരും വളരെ സമയമെടുത്ത് സ്വാമി ചെയ്ത കാര്യങ്ങൾ, സ്വാമിയുടെ ഫിലോസഫി കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണം. ഇതാണ് പറയുവാനുള്ളത്. നമ്മുടെ ഈ രഥഘോഷയാത്ര നാളെ വൈകിട്ട് 4:15 വരുന്നത്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ പേരും ഈ രഥഘോഷയാത്രയ്ക്കും വരണം. കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കൂടാതെ നിങ്ങളുടെ നെയ്ബേഴ്സിനെ, ഓഫീസിലുള്ള സുഹൃത്തുക്കളെ, എല്ലാവരെയും നിങ്ങൾ ഈ രഥഘോഷയാത്ര വരുന്ന ഈ സന്ദർഭത്തിൽ അവരെ ഇത് തൊഴുവാനായി വിളിക്കുക.
ഇതൊരു എന്താണ്, ഒരിക്കലും ജീവിതത്തിൽ കിട്ടാത്ത ഒരു സന്ദർഭമാണ്. സ്വാമി പുട്ടപ്പർത്തിയിൽ നിന്നും നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കാണാനായി വരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. ആ പ്രാധാന്യം മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. എല്ലാ വാക്കുകളും ഞാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നു. കൊണ്ട് ഞാൻ ഷെയർ ചെയ്യണം. 2021 നടന്നൊരു അനുഭവം പറയുകയാണ്. 2021 അന്ന് സ്റ്റേറ്റ് പ്രസിഡന്റായിരുന്ന ശ്രീ മൂന്നത്ത് സാറ്, അന്ന് നമ്മുടെ കേരളത്തിലെ മന്ത്രിയാണ് ശ്രീ KT ജലീൽ, അദ്ദേഹത്തിന് ഒരു ഫംഗ്ഷൻ പുട്ടപ്പർത്തിയിൽ ക്ഷണിച്ചിരുന്നു. അത് ഇടതുപക്ഷ സഹയാത്രികനാണ് കേട്ടോ. അദ്ദേഹം വിളിച്ചപ്പോൾ ആ ഫംഗ്ഷൻ അദ്ദേഹം പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന് അന്ന് ഈ ആശുപത്രി കൊണ്ട് കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്നെയും ഇപ്പോഴത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചത്. ഞങ്ങൾ അദ്ദേഹത്തിനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം വളരെ കൗതുകപൂർവ്വം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ക്യാഷ് കൗണ്ടർ ഇല്ല, ഒരു രൂപയിലും ചെലവില്ല. അപ്പം അങ്ങനൊരു ആശുപത്രിയിൽ എന്നിട്ട് അവിടുത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ സ്കാനിങ് മെഷീൻ അന്ന് ഏകദേശം 36 കോടിയോളം രൂപ വിലയുള്ള സ്കാനിങ് മെഷീൻ ഇന്ത്യയിൽ ആദ്യമായി അത് ഇൻസ്റ്റൽ ചെയ്ത ഒരു സ്ഥാപനം നമ്മുടെ 2 ഹോസ്പിറ്റലാണ്, ഭഗവാന്റെ ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ് ഹോസ്പിറ്റലും പുട്ടപ്പർത്തി ഹോസ്പിറ്റലും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ KT ജലീലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ഓരോ നമ്മുടെ രോമത്തിൻ്റെ അത് സ്കാനിങ് അതിൻ്റെ എത്രയോ മടങ്ങ് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് എന്തെങ്കിലും അത് ഇത്രമാത്രം വളരെ വിസിബിളായിട്ട് കാര്യം അങ്ങനത്തെ വളരെ വളരെ അത് വളരെ പ്രവൃത്തിയായിട്ടുള്ള ഒരു മെഷീനാണ് അത് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഉടൻ തന്നെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഉടനെ അന്ന് മന്ത്രിയായിരുന്ന ശ്രീമതി കമലത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ സ്ഥാപിച്ചുകൂടാ? ആലോചിച്ചു. അതിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ വലിയൊരു ബ്രോഡ് മൈൻഡിനെ പറ്റി പറഞ്ഞു. അതാണ് സേവനത്തിൻ്റെ ഒരു അദ്ദേഹം പറഞ്ഞത്. ഇന്നും അദ്ദേഹത്തിൻ്റെ അവിടെ പുട്ടപ്പർത്തിയിലെ വിസിറ്റേഴ്സ് ബുക്കിൽ അത് എഴുതിയ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർമ്മ വരികയാണ്. അതും ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇതാണ് സേവനത്തിന് ഭഗവാൻ തരുന്ന ഓരോ അവസരങ്ങളെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം അദ്ദേഹനോട് പറഞ്ഞു, എൻ്റെ മകളെ MBBS പഠിച്ചു ഞാൻ ഫ്രീ സർവീസിന് ഹോസ്പിറ്റലിൽ വിടും എന്നൊക്കെ അന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. പക്ഷെ പിന്നെ ഇത് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രീസിയേഷൻ. കാര്യം അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ മറ്റു സമയമില്ല. നല്ലൊരു ഹിന്ദു നല്ല ഹിന്ദുവായി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഒരു മുസ്ലിം നല്ല മുസ്ലിമായി അവിടെ നമ്മൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതിനവിടെ മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവർക്ക് പ്രയറിനുള്ള സ്ഥലമുണ്ട്, എല്ലാ ഫെസിലിറ്റിയുള്ള ഇങ്ങനെ ഒരു ലോക നന്മ കാണുന്ന ഒരു സ്ഥാപനമാണ് ഭഗവാന്റെ ഹോസ്പിറ്റൽ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പറയുന്നുള്ളൂ. എനിവേ അത് നമുക്ക് ഈ അവസരത്തിൽ സേവനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ കൺക്ലൂഡിങ് ഇന്നത്തെ ഈ യോഗത്തിൻ്റെ കൃതജ്ഞതയ്ക്ക് വേണ്ടി നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ രഞ്ജിത് സി നായരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ കരിയം B. വിജയകുമാർ സാർ, ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ റിട്ടയർഡ് ജസ്റ്റിസ് MR ഹരിഹരൻ സാർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പള്ളിച്ചൽ പ്രമോദ്, ലായേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ അജയകുമാർ, സായിയിലെ ഫോർട്ട് സമിതി അധ്യക്ഷൻ ശ്രീകുമാരൻ തമ്പി സാർ, അതുപോലെ ഋഷിമംഗല NSS കരയൂർ സെക്രട്ടറി ശ്രീ ഗിരീഷ് കുമാർ, സായി നീതിയുടെ സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ രാജാ പ്രതാപ്, ഡോക്ടർ പ്രസന്ന മേഡം, സായി നീതി അംഗങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, ജയ് സായിറാം. സായി ബാബയെക്കുറിച്ചിട്ട് ഇവിടെ എല്ലാവരും ഓരോ അനുഭവങ്ങൾ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബാബയുമായിട്ടുള്ള കണക്ഷൻ ഓരോ തരത്തിലാണ്. അത് ഓരോരുത്തർക്കും വിശദീകരിക്കാനുണ്ടാവും. ഇന്ത്യയിലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പുറത്തുള്ളവർക്കും ബാബയുമായിട്ടുള്ള കണക്ഷൻ ഡിഫറൻ്റാണ്. നമുക്കറിയാൻ സാധിക്കും, സായിബാബ വിദേശ രാജ്യം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമാണ് പോയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഡിവോട്ടീസ് ലോകമെമ്പാടുമുണ്ട്. അവരെല്ലാം സ്വാമിയെ കാണാൻ പുട്ടപ്പർത്തിയിൽ എത്താറുണ്ടായിരുന്നു. നമുക്കറിയാം, അവരെല്ലാം അവരുടെ അനുഭവങ്ങൾ ഗ്രന്ഥങ്ങളിൽ രചിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വാമി ഓരോരുത്തരെയും ലവ് ആൻഡ് കെയർ, അദ്ദേഹം കാണിച്ചിട്ടുള്ള സ്നേഹവും കെയറും ഓരോരുത്തർക്ക് വ്യത്യസ്തമായ രീതിയിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ വിമർശിക്കുന്നത് തന്നെ അദ്ദേഹവുമായി അടുക്കാനുള്ള ഒരു വഴിയായിട്ടാണ് മാറുന്നത്. എൻ്റെ സ്വന്തം അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. പലരും അദ്ദേഹത്തെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കുകയും ഒടുവിൽ ഡിവോട്ടിയായി മാറുകയും ചെയ്ത അനുഭവമാണുള്ളത്. അപ്പം പലരും അത് വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കുകയും
അവസാനം സ്വന്തം അനുഭവത്തിൽ സ്വാമി അവർക്ക് രക്ഷാകവചം തീർക്കുകയും ചെയ്യുമ്പോഴാണ് സ്വാമിയിലുള്ള അചഞ്ചലമായ വിശ്വാസം അവരിൽ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ഷണിച്ചപ്പോൾ 1-2 അഭിഭാഷക സുഹൃത്തുക്കൾ പറഞ്ഞു, ഈ ആൾ ദൈവങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. ശരിയാണ്, ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ആൾ ദൈവം എന്ന രീതിയിൽ പരിഹസിച്ചിരുന്ന ആൾക്കാരാണ്. പിന്നെ ചിന്തിച്ചപ്പോൾ അറിഞ്ഞത്, നമുക്ക് മനസ്സിലായത്, ഈ ശ്രീകൃഷ്ണൻ ശ്രീരാമനൊക്കെ ജീവിച്ചിരുന്ന കാലത്തും അവരും മനുഷ്യരായിട്ടാണ് ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നത്. അവർ ദൈവവും തിരിച്ചറിഞ്ഞത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഇടയിൽ, ഈ കലിയുഗത്തിൽ നമ്മുടെ ഇടയിൽ ഭഗവാൻ അവതരിച്ച് സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് മാർഗദർശനം നൽകുന്ന സമയത്ത് അത് ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ വളരെ കുറച്ച് പേർക്ക് സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതിനുള്ള മഹാഭാഗ്യം ചെയ്തവരാണ് ഇവിടെ വന്നിരിക്കുന്നവർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സായി കിരൺ അദ്ദേഹമാണ് ഈ എക്സിബിഷന് അറേഞ്ച് ചെയ്തത്. അദ്ദേഹത്തിന് നന്ദി പറയണമെന്നാണ് കുറിപ്പ് തന്നിരിക്കുന്നത്. സായി കിരൺ യൂത്ത് മെമ്പറാണ്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച അഡ്വക്കേറ്റ് ബി വിജയകുമാർ സാറിന് ഔപചാരികതയുടെ പേരിൽ, സായി നീതിയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ജസ്റ്റിസ് MR ഹരിഹരൻ സാർ, അദ്ദേഹം ജസ്റ്റിസ് VR കൃഷ്ണൻ സാറിൻ്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിനും വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. അത് മറ്റൊരു വേദിയിൽ അദ്ദേഹം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന് സായി നാമത്തിലും സായി നീതിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചു. അതോടൊപ്പം ആശംസാ പ്രസംഗം നടത്തിയ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പള്ളിച്ചൽ S. പ്രമോദ് അവർകൾ, അതുപോലെ തന്നെ ഇവിടെ വരാൻ സാധിക്കാത്ത നമ്മുടെ CPM പാളയം ഏരിയ കമ്മിറ്റി അംഗം തിരക്കൊണ്ടാണ് എത്തിച്ചേരാത്തത്, അദ്ദേഹം വഞ്ചിയൂർ P. ബാബു അവർകൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ലായേഴ്സ് കോൺഗ്രസിൻ്റെ യൂണിറ്റ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. അജയകുമാർ, അതുപോലെ NSS ഋഷിമംഗലം കരയോൻ സെക്രട്ടറി ശ്രീ ഗിരീഷ് കുമാർ G, അതുപോലെ തന്നെ നമ്മുടെ സായി ഫോർട്ട് സമിതിയുടെ അധ്യക്ഷൻ ശ്രീകുമാരൻ തമ്പി. ഇവർക്കെല്ലാവർക്കും സായി നീതിയുടെ പേരിലും നമ്മുടെ കൂടിയിരിക്കുന്ന എല്ലാ സായി ഡിവോട്ടികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സായി ഡിവോട്ടികൾക്കും, അതുപോലെ തന്നെ നമുക്ക് ഇന്നിവിടെ സ്ഥലസൗകര്യം നൽകിയിട്ടുള്ള ഗ്രന്ഥശാല ഭാരവാഹികൾക്കും വഞ്ചിയൂർ വാർഡ് കൗൺസിലറിനും എല്ലാവർക്കും നമ്മൾ അതോടെ സായി കിരണിന് ആദ്യമേ നന്ദി പ്രകാശിപ്പിച്ചു. എല്ലാവർക്കും സായി നിധിയുടെ പേരിൽ ഭഗവാന്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. सर्व प्रचोदयात्।